ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ എന്ന രാജ്യം അതീവ ഗുരുതരമായ പ്രതിസന്ധികളിലേക്ക് വീണു പോയിരിക്കുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഇസ്രായേലിനുള്ളിൽ ആഭ്യന്തര കലാപവും സംഘർഷവും രൂക്ഷമാവുകയാണ്. ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിലെ ജനങ്ങൾ വല്ലാതെ പ്രതിഷേധ തീയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്നു തന്നെയാണ്. അതിനുള്ള കാരണം ഹമാസിന് മുന്നിൽ ഇസ്രായേൽ തോറ്റു തൊപ്പിയിടുകയാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതു തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മിലിറ്ററി ചില കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു ബന്ദികളുമായി ബന്ധപ്പെട്ട്. ആ കാര്യമെന്ന് പറയുന്നത്, ഗസയിൽ പരിശോധന നടത്തുകയായിരുന്ന ഇസ്രായേൽ സൈനികർക്ക് ഇസ്രായേലിലെ ബന്ദികളുടെ, അതായത് ഇസ്രായേലികളായ ബന്ദികളുടെ മൃതശരീരങ്ങൾ കിട്ടി. അതാരൊക്കെയാണ് ഏതൊക്കെയാണ് എന്നത് സംബന്ധിച്ച് കണക്കെടുപ്പുകൾ നടക്കുന്നേയുള്ളൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ പറയുന്നത്. ജോ ബൈഡൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ജോ ബൈഡൻ പറയുന്നത് ബന്ദികളുടെ മൃതദേഹങ്ങൾ കിട്ടി എന്നത് അത്ഭുതപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന വസ്തുതയാണ് എന്നുള്ളതാണ്. അതായത് ഇസ്രായേൽ ഇത്രയും ദിവസം, ഏതാണ്ട് ഒരു വർഷമായി യുദ്ധം തുടർന്നിട്ടും ഈ ബന്ദികളുടെ ജീവൻ നിലനിർത്താനോ അവരെ ജീവനോടെ തിരികെ കൊണ്ടുവരാനോ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അംഗീകരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഈ വാർത്ത സ്ഥിരീകരിച്ചതോടെ, അതായത് ബന്ദികളുടെ മൃതദേഹങ്ങൾ കിട്ടി എന്ന കാര്യം സ്ഥിരീകരിച്ചതോടെ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നഗരങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. ആ പ്രതിഷേധങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായിരിക്കുകയാണ്. കാരണം ഹമാസിനെ ഇപ്പോൾ തീർക്കും, ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തി അടുത്തത് യഹിയ സിൻവാർ, തുരങ്കങ്ങളിൽ നിന്ന് എല്ലാ ഹമാസിൻ്റെ നേതാക്കളെയും പുറത്തു കൊണ്ടുവരുമെന്നൊക്കെ തുടർച്ചയായി ഇസ്രായേലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതായത് ഇനിയും യുദ്ധവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബന്ദികളെ മുഴുവൻ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമായ നടപടിയാണ്, അല്ലെങ്കിൽ ഈ ബന്ദികളുടെ മുഴുവൻ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ഉറപ്പിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. ഞാൻ ചില സ്ക്രീൻഷോട്ടുകൾ, അതായത് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന സ്ക്രീൻഷോട്ടുകളും അതിൻ്റെ ദൃശ്യങ്ങളുടെ ഫോട്ടോയും എല്ലാം കാണിക്കാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിലെ ടെല്ലവീവ് മാത്രമല്ല, നിരവധി നഗരങ്ങളിൽ, അതായത് ടെല്ലവീവ്, അതുപോലെ നെതന്യാഹുവിൻ്റെ രണ്ടാമത്തെ വീട് സ്ഥിതി ചെയ്യുന്ന കൈസാരിയ, അതുപോലെ തന്നെ ഇസ്രായേലിലെ ഹെമത് ജംഗ്ഷൻ, അങ്ങനെ പല സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള ജനക്കൂട്ടം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി തമ്പടിക്കുകയാണ്. ഇവരവിടെ തമ്പടിച്ചതിന് ശേഷം ഈ ബന്ദികളുടെ ചിത്രമുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഭരണകൂടത്തിനും IDF-നും ഒക്കെ എതിരെ ഈ മുദ്രാവാക്യങ്ങളിൽ പരാമർശമുണ്ട്. പലയിടങ്ങളിലും സ്ഥിതിഗതികൾ കൈവിട്ടു പോകാൻ തുടങ്ങിയതോടെ ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരം ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളും സത്യം പറഞ്ഞാൽ ആഭ്യന്തര കലാപം കൊണ്ട് കലുഷിതമായിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ വാർത്തകളിൽ നിന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. അതായത് ഗസയിലെ 40,000-ഓളം സാധാരണക്കാരെ കൊന്നു തള്ളിയൊരു ഭരണാധികാരിക്ക് ഇപ്പോൾ സ്വന്തം രാജ്യത്തും നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥ, സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ പ്രതിഷേധ ചൂടിൽ തെരുവിലിറങ്ങി പോലീസുമായി തമ്മിൽ തല്ലി വലിയ അപായങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചയൊക്കെ കാണേണ്ടി വരികയാണ്. വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഗസയിലെ പോലെ തന്നെ 80,000-ലധികം ആളുകളെ കൂട്ടപ്പലായനം ചെയ്യിക്കേണ്ടി വന്നു എന്ന റിപ്പോർട്ട് ഈ അടുത്തിടെയാണ് പുറത്തു വന്നത്. അതായത് ഗസയിലേക്ക് ജനങ്ങൾ ജീവനും കയ്യിൽ പിടിച്ചോടുന്നത് പോലെ ഇസ്രായേലിലെ ജനങ്ങളും സമാനമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. സാധാരണക്കാർ ഈ വിധത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നത്, യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് ഏതൊരു രാജ്യത്തായാലും അപലപനീയമാണ്, അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെ ഇസ്രായേലിൻ്റെ തുടർച്ചയായ യുദ്ധപ്രവണത, അല്ലെങ്കിൽ ഒരു വർഷമായിട്ടും നിർത്താതെയുള്ള യുദ്ധം എന്ന് പറയുന്ന ആ നീക്കം, അത് ഇസ്രായേലിനെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് കാണാതായ ബന്ദികളുടെ കുടുംബങ്ങൾ, കാണാതായ ബന്ദികളുടെയും മരിച്ചവരുടെയും ഒക്കെ കുടുംബാംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ച ചില കൂട്ടായ്മകളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ജനകീയ കൂട്ടായ്മയാണ്. അവരുടെ നേതൃത്വത്തിലാണ് പലയിടത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവർ പുറത്തിറക്കിയ ഒരു പ്രസ് റിലീസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: നെതന്യാഹു ബന്ദികളെ കുരുതി കൊടുത്തു,
ഇത് സത്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നാളെ മുതൽ രാജ്യം പ്രതിഷേധം കൊണ്ട് പ്രകമ്പനം കൊള്ളാൻ പോവുകയാണ്. പൊതുജനങ്ങളോട് ഞങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് സംഭവിക്കും. രാജ്യം വലിയ തോതിലുള്ള പ്രതിഷേധ ചൂടിലേക്ക് നീങ്ങും. ഇത് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായി. അതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങുന്നത് എന്നാണ് അവിടുത്തെ ജനങ്ങൾ, ഈ ഹോസ്റ്റേജസിൻ്റെയൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും അതുപോലെ സാധാരണക്കാരായ ജനങ്ങളും ചേർന്നിട്ടുള്ള കൂട്ടായ്മയിൽ പറയുന്നത്. ഇതിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗസ പിടിച്ചെടുക്കും, ബന്ദികളെ തിരികെ കൊണ്ടുവരും, ഹമാസിനെ തീർക്കുമെന്നൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് തുടർച്ചയായി ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഖാൻ യൂനിസിലും റഫയിലുമൊക്കെ സാധാരണക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധമെന്ന പേരിൽ ഏകപക്ഷീയമായ വ്യോമാക്രമണങ്ങൾ നടത്തി അവിടം ചുട്ടുചാമ്പലാക്കി സാധാരണക്കാരെ, ബന്ദികളെ, അഗതികളെയൊക്കെ പരമാവധി കൊന്നു തള്ളുന്ന ഇസ്രായേൽ സൈന്യത്തിനും ഭരണകൂടത്തിനുമെതിരെ വലിയ പ്രതിഷേധം ഇസ്രായേൽ തന്നെ ഒരുങ്ങുന്നു, അല്ലെങ്കിൽ ആരംഭിച്ചു കഴിഞ്ഞു. അത് കത്തിപ്പടർന്നിരിക്കുന്നു എന്നുള്ളത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഭരണകൂടത്തിനും വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള യെയർ ലാപ്പിഡ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ പറയുന്നത് നെതന്യാഹു ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് എന്നാണ്. നെതന്യാഹു ബന്ദികളുടെ കുടുംബങ്ങളെയും ഇസ്രായേൽ എന്ന രാജ്യത്തെയും ചവിട്ടി അരയ്ക്കുകയാണ് എന്നും അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നു. പലയിടത്തും പോലീസും ജനങ്ങളും ഏറ്റുമുട്ടുന്നത് തുടർക്കഥയാകുന്നുണ്ട്. ഇസ്രായേലിലെ ഹെമത് ജംഗ്ഷനിൽ ജനങ്ങൾ ഹൈവേയിൽ തമ്പടിച്ച് അതിൽ സ്ത്രീകളായിട്ടുള്ള പ്രതിഷേധക്കാർ ഈ ബന്ദികളെ സൂചിപ്പിക്കുന്ന വിധത്തിൽ പ്രതീകാത്മകമായി കണ്ണുകെട്ടിയും കൈ പിന്നിലേക്ക് വിലങ്ങ് അണിയുന്ന പോലെ അണിഞ്ഞും ഒക്കെയാണ് ബന്ദികളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്, സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നെതന്യാഹുവിൻ്റെ രണ്ടാമത്തെ വസതി സ്ഥിതി ചെയ്യുന്ന കൈസാരിയയിൽ നൂറുകണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ പോലും വലിയ പ്രതിഷേധം നടക്കുകയാണ്. ആ പ്രതിഷേധം ആളിക്കത്തിക്കുമെന്ന് ഈ പ്രതിഷേധക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് വരുന്നു. അതുപോലെ ഹൂത്തികൾ ചെങ്കടലിൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നു. ഹമാസ് ഇസ്രായേൽ സൈന്യത്തെ ഗസയിൽ വെച്ച് തുരുതുര തീർക്കുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്ത് വലിയ തോതിലുള്ള ആഭ്യന്തര സംഘർഷവും നെതന്യാഹു സർക്കാരിന് നേരിടേണ്ടി വരുന്നു. യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇനിയും ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് ഇസ്രായേൽ എന്ന രാജ്യം പോകും എന്നതിന് ഇതിനപ്പുറം വേറൊരു തെളിവ് വേണ്ട. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ആയുധ സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. റഷ്യയിൽ നിന്നുള്ള പ്രതിരോധ സംവിധാനങ്ങളും അതുപോലെ തന്നെ അത്യാധുനിക ആയുധങ്ങളുമൊക്കെ ഇറാനിലേക്ക് എത്തി എന്ന വിവരങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്ന വിധത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇറാൻ വലുതെന്തോ പ്ലാൻ ചെയ്യുകയാണ്. തുടർച്ചയായൊരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സന്നാഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇറാൻ. ഇനിയും തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ, അതായത് ഹിസ്ബുള്ളയൊക്കെ ആക്രമണം നടത്തുന്നതിന് ശേഷം ഇറാൻ തന്നെ കളത്തിലിറങ്ങാനുള്ള സാധ്യതകൾ അന്താരാഷ്ട്ര സമൂഹം പറയുന്നു. അതോടൊപ്പം തന്നെയാണ് അമേരിക്കയുടെ സൈനിക ബേസുകൾക്ക് നേരെ ഇറാഖിലും സിറിയയിലും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. അങ്ങനെ ഈ യുദ്ധത്തിൽ വൻ ശക്തികളായി നിന്നിരുന്ന അമേരിക്കയും ഇസ്രായേലുമൊക്കെ പല വഴികളിൽ നിന്നും ആക്രമണങ്ങൾ നേരിടുകയും അമേരിക്ക തന്നെ ഒരു ഒത്തുതീർപ്പിൻ്റെ പാതയിലേക്ക് പോകണമെന്ന നിലപാടിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന സമയത്താണ് ഇസ്രായേലിനുള്ളിൽ വലിയ ആഭ്യന്തര സംഘർഷങ്ങൾ, ആഭ്യന്തര കലാപസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് ഇസ്രായേൽ എന്ന രാജ്യത്തിനും നെതന്യാഹു എന്ന ഭരണകൂടത്തിനും വലിയ കനത്ത തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇനിയും ആവർത്തിച്ചാൽ, അതായത് ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ ഈ വിധത്തിൽ തുടർന്നു പോയാൽ അത് വല്ലാത്ത പ്രതിസന്ധിയായിരിക്കും ഇസ്രായേലിനുണ്ടാക്കുക, തീർച്ചയാണ്.